വാടക കൊടുക്കാൻ പൈസയില്ലാതെ, കുട്ടികളെ കോളേജിൽ അയക്കാൻ സാധിക്കാതെ, പാവപ്പെട്ടവന്റെ മക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ അമ്മമാർ കരയുന്നു, സ്ത്രീകൾ കരയുന്നു. ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന രാജാക്കന്മാരെ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ കരിമണൽ ലോബിയെ സഹായിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ ലോകോത്തര നിലവാരത്തിലുള്ള കുപ്പികൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഫാക്ടറി ആലപ്പുഴക്കാരുടെ സ്വന്തമായിരുന്നു. ലോകം, അമേരിക്ക, ബ്രിട്ടൻ, ചൈന ഈ ആലപ്പുഴക്കാരെ അന്വേഷിച്ചു വന്ന കാലമുണ്ടായിരുന്നു. ആ കുപ്പി കമ്പനി നിങ്ങൾ പൂട്ടിച്ചിട്ട് പറഞ്ഞു അസംസ്കൃത വസ്തു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആ അസംസ്കൃത വസ്തു ഇവിടുത്തെ മറ്റൊരു ലോബിക്ക് നിങ്ങൾ കൈമാറ്റം നടത്തി. നമസ്കാരം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറയുകയുണ്ടായി. ഭാരതത്തിലെ 57% വനിതകൾക്ക്, അതായത് അമ്മമാരും പെങ്ങന്മാരും കുട്ടികളും അടങ്ങുന്ന സ്ത്രീ സമൂഹത്തിന് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്, ഭാരതത്തിൽ നിലനിൽക്കുന്നത്. അവർക്ക് വെളിക്കിറങ്ങുവാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഓരോ കുടുംബത്തിനും ഇല്ല. അതായത് 57% കുടുംബങ്ങൾക്കും ഈ സൗകര്യമില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി അന്ന് പറഞ്ഞത്. തന്റെ രാജ്യത്തെ അമ്മ പെങ്ങന്മാർക്ക് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ ഭാരത് മിഷൻ കൊണ്ടുവരുന്നു. ഇതിനായി കോടിക്കണക്കിന് രൂപ അദ്ദേഹം ഭാരതത്തിന് വേണ്ടി ചിലവഴിക്കുന്നു. ഈ പദ്ധതികൾ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നടപ്പിലാക്കുവാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നു, പണം ലഭ്യമാക്കുന്നു. എന്നാൽ കേരളത്തിലെ സർക്കാരായ പിണറായി വിജയൻ സർക്കാർ ഈ പദ്ധതികളെല്ലാം അപ്പാടെ അട്ടിമറിച്ചുകൊണ്ട് ഇത് തൻ്റെ പദ്ധതിയാണ് എന്നുള്ള രീതിയിൽ, കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്നുള്ള രീതിയിൽ പദ്ധതിയുടെ പേര് മാറ്റി ഹരിത കേരളം പദ്ധതിയാക്കി മാറ്റി. ഇതെൻ്റെ വാക്കുകളല്ല. ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. ഇതുപോലെ പല പദ്ധതികളും പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം കേരളത്തിലും ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങൾക്കും പാർപ്പിട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ കേരളത്തിലേക്ക് ഈ പദ്ധതി എത്തിയപ്പോൾ അത് ലൈഫ് മിഷൻ പദ്ധതിയായി പിണറായി വിജയൻ പുനർനാമകരണം ചെയ്തു, തൻ്റെ പദ്ധതിയായി കൊടുത്തു. ഇതുപോലെ പല പദ്ധതികളും കേരളത്തിൽ പേരുമാറ്റി പിണറായി വിജയൻ അവതരിപ്പിച്ചാണ്, പിണറായി വിജയന്റെ നേട്ടമായാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇവിടെ കിഴക്കിന്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴയിൽ കായൽ ശുദ്ധീകരിക്കാം, കൊച്ചിയേക്കാൾ നല്ല കായൽ നഗരമാക്കി ആലപ്പുഴയെ മാറ്റാം എന്ന് പറഞ്ഞിട്ട് എന്തായി? കഴിഞ്ഞ തവണ നിങ്ങൾ ആരിഫിനെയാണ് പാർലമെന്റിലേക്ക് അയച്ചത്. അവിടെ പോയി ഒരക്ഷരം മിണ്ടാതെ, അഥവാ ആരിഫ് എത്ര തവണ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് വേണമെങ്കിൽ നിങ്ങൾക്കെടുക്കാം. ആലപ്പുഴയിൽ യാതൊന്നും ചെയ്യാൻ ഒരു കാരണവശാലും ആരിഫിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ചെറുകിട വൻകിട വ്യവസായങ്ങളെ പോലും തകർക്കുന്ന സമീപനമാണ് ആരിഫിന്റെ പാർട്ടിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൈക്കൊണ്ടത് എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി. എന്നാൽ മറ്റൊരിക്കൽ നിങ്ങൾ കോൺഗ്രസിലെ ഒരു നേതാവിനെ പരീക്ഷിച്ചു. അദ്ദേഹമാവട്ടെ ആലപ്പുഴയുടെ കരിമണൽ തീരങ്ങളെ എങ്ങനെ കട്ടുമുടിക്കാം, എങ്ങനെ കൊള്ളയടിക്കാം, അത് വെച്ച് കുംഭകോണം നടത്തി എങ്ങനെ കോടീശ്വരനാകാം എന്നാണ് റിസർച്ച് ചെയ്ത് ചിന്തിച്ചത്. അതുകൊണ്ട് അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ കോടീശ്വരനായി മാറി. ആലപ്പുഴയുടെ കരിമണൽ തീരങ്ങളെല്ലാം അദ്ദേഹം വിറ്റു തുലയ്ക്കുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ അവിടുത്തെ കരിമണൽ അടക്കമുള്ള ധാതുക്കൾ കടത്തിക്കൊണ്ടുപോയി വിദേശ കമ്പനികൾ അടക്കമുള്ള കമ്പനികൾക്ക്, അന്താരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് വിറ്റ് ശതകോടീശ്വരനായി, സഹസ്രകോടീശ്വരനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് KC വേണുഗോപാലിനെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അതിനിശിതമായി തന്റെ പ്രസംഗത്തിൽ വിമർശിച്ചത്. ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന് ഒരു 5 വർഷം നിങ്ങൾ നൽകുകയാണെങ്കിൽ ഇത് കിഴക്കിന്റെ വെനീസ് എന്ന നാമം അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിനാവും. അത് ശോഭാ സുരേന്ദ്രനിലൂടെ സാധ്യമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത്. കൂടുതൽ സമയം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഒരു 5 വർഷം മാത്രം ഈ ആലപ്പുഴയെ നമുക്ക് മനോഹരമായ ഒരു നഗരമാക്കി മാറ്റാം. ജനജീവിതം സുസഹമായ രീതിയിൽ, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും പാർപ്പിടം എന്ന രീതിയിലുള്ള ഒരു സ്വപ്നത്തിലേക്ക്, നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് ആലപ്പുഴയെയും കൈപിടിച്ചുയർത്താൻ സാധിക്കും. നിങ്ങൾ ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്ത്, നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്ത് നിങ്ങൾ എനിക്ക് ഒരു 5 വർഷം പാർലമെന്റിലേക്ക് അനുവദിക്കണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിവാസികളോട് പറഞ്ഞത്.
അന്താരാഷ്ട്ര വിപണിയിൽ ലോകോത്തരമായ നിലവാരത്തിലുള്ള കുപ്പികൾ നിർമ്മിച്ചിരുന്നത് ആലപ്പുഴയിലാണ്. ഈ കമ്പനി ഇന്ന് നാമാവശേഷമായിരിക്കുന്നു. മാറി മാറി വന്ന ഇടതു വലത് സർക്കാരുകൾ ഇതിന്റെ പ്രവർത്തനം നിർത്തിയിരിക്കുന്നു. അതായത് ആലപ്പുഴയിൽ ഫലപ്രദമായ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു കമ്പനി ഇത് കൃത്യമായ രീതിയിൽ ആരുടെയൊക്കെ താല്പര്യപ്രകാരം പൂട്ടിക്കുകയായിരുന്നു. മറ്റൊന്ന് തുടങ്ങുവാൻ വേണ്ടി ഇവർക്കാർക്കും സാധിച്ചില്ല. ഇതാണ് ഇടതു വലത് മുന്നണികളുടെ സംഭാവന. കൊച്ചിയേക്കാൾ വൃത്തിയുള്ള, കൊച്ചിയേക്കാൾ മനോഹരമായ, വികസന സാധ്യതയുള്ള നഗരമാക്കി ആലപ്പുഴയെ മാറ്റാം എന്ന് പറഞ്ഞ ആളുകൾ ആലപ്പുഴയിൽ ഉള്ള വ്യവസായം കൂടി നഷ്ടപ്പെടുത്തി തരിപ്പണമാക്കി എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ആലപ്പുഴയിൽ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു റോഡ് ഷോയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോട് ഒന്ന് രണ്ട് വാക്കുകൾ സൂചിപ്പിക്കുക എന്നത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കേരളത്തിൽ ഇതിനു മുൻപും മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. അവരാരും ബ്രണ്ണൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ നാട്ടുകാരുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയാൻ സാധിക്കുമായിരുന്നു കുറച്ചെങ്കിലും. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും രാജ്യസ്നേഹം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തത് കൊണ്ട് രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ മുന്നിൽ രാഷ്ട്രീയം മാത്രം നോക്കി പ്രവർത്തിച്ച് 5 വർഷക്കാലം ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി പോയ ശ്രീമാൻ ആരിഫ് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി കൊടുത്ത പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അത് മുഴുവൻ ആളുകളിലേക്കും എത്തിച്ചില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ പേര് മാറ്റാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചപ്പോ ആ വീടിന്റെ പേര് ലൈഫ് മിഷൻ എന്നാക്കി മാറ്റി. പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം മുഴുവൻ 57% വരുന്ന നാടുകളിൽ അമ്മമാർക്കും പെൺകുട്ടികൾക്കും വെളിക്കിരിക്കാൻ കുളിമുറിയോ കക്കൂസോ ഇല്ലാത്ത ഒരു നാടിന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി തുടങ്ങിയത്. ഭൂമി ദേവിയെ തൊട്ട് നമസ്കരിച്ച് അദ്ദേഹം പറഞ്ഞത് എന്റെ പെൺകുട്ടികളുടെ, എന്റെ അമ്മമാരുടെ ആത്മാഭിമാനത്തിന് വില പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്വച്ഛ് ഭാരത് സംവിധാനം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൊണ്ടുവന്നത്. ആ സ്വച്ഛ് ഭാരത് സംവിധാനത്തിന്റെ പേര് പിണറായി വിജയൻ മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്നാക്കി മാറ്റി. നിങ്ങൾ പേര് മാറ്റിക്കൊള്ളൂ, പക്ഷേ ഇത്രയും കോടിക്കണക്കിന് രൂപ നൽകിയത് നരേന്ദ്രമോദിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കണക്ക് പുസ്തകം ഇല്ലെന്നാണോ കേരളത്തിന്റെ ഭരണപക്ഷം കരുതിയത്? കേരളത്തിന്റെ പ്രതിപക്ഷം അവരും ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇത്ര പാവങ്ങളായി പോയല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ കായലുകളെ ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെ ചതിച്ചു. നിങ്ങൾക്ക് മത്സ്യപ്രവർത്തക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു. കൊച്ചിയേക്കാളും മനോഹരമായിട്ടുള്ള നാടാക്കി കിഴക്കിന്റെ വെനീസായിട്ടുള്ള ആലപ്പുഴയെ മാറ്റാമെന്ന് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ മാറി മാറി ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഇവിടെ നിന്ന് വിജയിപ്പിച്ചു. അവസാനം ഗതികെട്ടപ്പോ നിങ്ങൾ തീരുമാനിച്ചു ഭരണം കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ആണല്ലോ, അപ്പൊ കോൺഗ്രസിന്റെ MP യെ വിജയിപ്പിക്കാം. നിങ്ങൾ കരുതി. നിങ്ങൾ അങ്ങനെ കോൺഗ്രസുകാരനായിട്ടുള്ള വേണുഗോപാലിന് അവസരം കൊടുത്തു. അദ്ദേഹം അവിടെ പോയി വലിയ രാജാവായി. അദ്ദേഹം കേന്ദ്രത്തിൽ വലിയ മന്ത്രിയായി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ രാജസ്ഥാനിൽ നിന്ന് മറ്റൊരു കൂട്ടുകാരൻ ഒരു ശിശ്രാം ഓല, അദ്ദേഹം മൈനിങ്ങിന്റെ മന്ത്രിയായി. അങ്ങനെ മൈനിങ്ങിന്റെ മന്ത്രിയായപ്പോ KC വേണുഗോപാൽ തീരുമാനിച്ചു ഞാനും എന്റെ കൂട്ടുകാരനും ചേർന്ന് ആലപ്പുഴക്കാരെ കൊള്ളയടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടായതാണ് ആലപ്പുഴയിലെ കരിമണൽ കുംഭകോണം. കരിമണൽ കർത്തയും KC വേണുഗോപാലും ശിശ്രാം ഓലയും ചേർന്നുകൊണ്ട് ഈ ആലപ്പുഴക്കാരന്റെ കോടാനുകോടി വരുന്ന തുക കൊള്ളയടിച്ചു കൊണ്ടുപോയി അവന്റെ വീട് നഷ്ടപ്പെടുത്തിയെങ്കിൽ ഞാൻ തീരദേശവാസികൾക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ഉറപ്പെന്ന് പറയുന്നത് നിങ്ങൾ എന്നെ വിജയിപ്പിച്ച 5 വർഷം നിങ്ങൾ എനിക്ക് നൽകിയാൽ ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ വീടില്ലാത്തവരെ സംരക്ഷിക്കുക. ഇതാണ് എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി. കാരണം എന്താണെന്ന് അറിയുമോ? വാടക കൊടുക്കാൻ പൈസയില്ലാതെ, കുട്ടികളെ കോളേജിലയക്കാൻ സാധിക്കാതെ, പാവപ്പെട്ടവന്റെ മക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ അമ്മമാർ കരയുന്നു, സ്ത്രീകൾ കരയുന്നു. ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന രാജാക്കന്മാരെ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ കരിമണൽ ലോബിയെ സഹായിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ ലോകോത്തര നിലവാരത്തിലുള്ള കുപ്പികൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഫാക്ടറി ആലപ്പുഴക്കാരുടെ സ്വന്തമായിരുന്നു. ലോകം, അമേരിക്ക, ബ്രിട്ടൻ, ചൈന ഈ ആലപ്പുഴക്കാരെ അന്വേഷിച്ചു വന്ന കാലമുണ്ടായിരുന്നു. ആ കുപ്പിക്കമ്പനി നിങ്ങൾ പൂട്ടിച്ചു. നിങ്ങൾ പൂട്ടിച്ചിട്ട് പറഞ്ഞു അസംസ്കൃത വസ്തു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ആ അസംസ്കൃത വസ്തു ഇവിടുത്തെ മറ്റൊരു ലോബിക്ക് നിങ്ങൾ കൈമാറ്റം നടത്തി.